കുടുംബം എന്നുള്ളതൊരു ഭാരമാണ്. അതുകൊണ്ട് വിവാഹം തന്നെ വേണ്ട. വൈവാഹിക ജീവിതം ആവശ്യമില്ല. മനുഷ്യന്റെ ലൈംഗികമായ താല്പര്യങ്ങളെ അടക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക മാത്രമേ വേണ്ടൂ. അതിനെന്തിനാണ് വിവാഹം? ഒരുമിച്ച് ജീവിച്ചാൽ മതി. ഇഷ്ടമുള്ളവരോടൊപ്പം ഇഷ്ടമുള്ള കാലമത്രയും ജീവിക്കുക. വേണ്ടെന്ന് തോന്നുമ്പോൾ, മടുപ്പ് തോന്നുമ്പോൾ ഒഴിവാക്കി മറ്റൊന്നിനെ പ്രാപിക്കുക. ഇത് മതി എന്നാണ് ആണും പെണ്ണും തമ്മിലുള്ള ആകർഷണം തോന്നുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത അതാണ്. വിവാഹം വേണ്ട. വേറെ ചിലർക്ക് എന്തിനാണ് പെണ്ണ് തന്നെ വേണമെന്നില്ല, ആണുമായി കൊള്ളട്ടെ. ജീവിതത്തിൽ ഓരോരുത്തരുടെയും ചോയ്സാണ്, അത് അവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് തോന്നുന്നു, ചില പെൺകുട്ടികൾക്ക് തോന്നുന്നു, എനിക്ക് പുരുഷനെ വേണ്ട, പെണ്ണിനെ മതി. അങ്ങനെ ലെസ്ബിയൻസും ഗെയ്സും പോലെയുള്ള ഒരുപാട് കൂട്ടങ്ങളായും മാനസിക രോഗികൾ വളർന്ന് തലമുറകളുടെ നിലനിൽപ്പിനാവശ്യമായ സന്താനോൽപാദനവും അതേപോലെ തന്നെ വിവാഹ ജീവിതം എന്ന കുടുംബജീവിതം എന്ന ഏറ്റവും മഹത്തായ ആണിക്കല്ലിനെയും തകർത്ത് കളയുന്ന വിധത്തിൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതെല്ലാം തങ്ങൾക്കും ഇവിടെ ചെയ്യാം, അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും വരുന്നുവെങ്കിൽ അത് മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യലാണെന്നും മനുഷ്യനുള്ള അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യലാണെന്നും പറഞ്ഞുകൊണ്ട് അവക്കെതിരെ പടവാളോങ്ങുന്ന ഒരുപാട് കപട പുരോഗമനവാദികൾ, അവരൊക്കെ കൂടി ലോകത്തിന്ന് എത്തിച്ചേർത്തിട്ടുള്ള, അതല്ലെങ്കിൽ ലോകത്തെ ഇന്ന് നശിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ട് ലോകം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടത്. തലമുറകളുടെ വികാസത്തിന്, ലോകത്തിന്റെ നിലനിൽപ്പിന്, ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് രാജാതിരാജനായ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിഭാസം അത് കുടുംബജീവിതം തന്നെയാണ്. അതിന് നിശ്ചിതമായ വിഹിതമായ മാർഗം വിവാഹം തന്നെയാണ്. ആരാധന്മാരായ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അതിന് മാതൃക കാണിച്ചു തന്നു. അവരൊക്കെ ആ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ തലമുറകളെ ഉൽപ്പാദിപ്പിച്ചത്.